സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു എവറി റൈറ്റ് എന്ന യൂണിറ്റിലെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. എന്തുകൊണ്ടാണ് ഗാന്ധിജി യുദ്ധം ഉപേക്ഷിച്ചുകൊണ്ട് അഹിംസാപരമായിട്ടുള്ള അല്ലെങ്കിൽ അഹിംസയെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞത്? ഗാന്ധിജിയുടെ സജഷൻസ് എന്തൊക്കെയായിരുന്നു? In his appeal to every writer, Mahatma Gandhi urged the people of Britain to renounce war and adopt the method of non-violence in dealing with conflicts and international relations. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ഡീൽ ചെയ്യുമ്പോൾ അഹിംസ പുലർത്താൻ അല്ലെങ്കിൽ അഹിംസാപരമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഹി ബിലീവ്ഡ് ദാറ്റ് ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് എ കേഴ്സ് അപ്പോൺ ഹ്യൂമാനിറ്റി. മനുഷ്യത്തിന്റെ മേലുള്ള ഒരു ശാപമാണ് രണ്ടാം ലോക മഹായുദ്ധം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അത് മനുഷ്യത്വത്തെ തന്നെ നശിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രോയിങ് ദ ഐഡിയൽസ് ഓഫ് ഡെമോക്രസി ആൻഡ് ജസ്റ്റിസ്, ജനാധിപത്യത്തെയും അതുപോലെ നീതിയെയും എല്ലാം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ അത്രത്തോളം ഉള്ളൊരു കേഴ്സാണ് വേൾഡ് വാർ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അക്കോർഡിംഗ് ടു ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, ഈവൺ ഇഫ് ബ്രിട്ടൻ വോൺ ദ വാർ, ബ്രിട്ടൻ യുദ്ധം ജയിച്ചാലും ട്രൂ ഡെമോക്രസി വുഡ് നോട്ട് സർവൈവ്, യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം സർവൈവ് ചെയ്യില്ല. ഫോർ വയലൻസ് കറപ്റ്റ് ദ സോൾ ഓഫ് ബോത്ത് ദ വിക്ടർ ആൻഡ് ദ ഡിഫീറ്റഡ്. അത് ഈ വയലൻസ് വിജയശ്രീലാളിതനായി മുന്നോട്ട് നിൽക്കുന്ന ആളുകളുടെയും അതുപോലെ തന്നെ പരാജിതനായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകളുടെയും യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ തന്നെ കറപ്റ്റ് ചെയ്യും, നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഗാന്ധി അപ്പീൽഡ് ഫോർ എ കംപ്ലീറ്റ് cessation of hostilities, not because Britain was tired or weak, but because war itself was morally wrong. ഗാന്ധി എല്ലാത്തരം പ്രശ്നങ്ങളുടെയും എല്ലാത്തരം തെറ്റുകളെയും എല്ലാത്തരം ക്രൂരതകളെയും തന്നെ അവസാനിപ്പിക്കാൻ പറഞ്ഞിരുന്നു. കാരണം ബ്രിട്ടൻ വീക്കായതുകൊണ്ടല്ല, മറിച്ച് അത് യുദ്ധം എന്നത് ധാർമ്മികമായിട്ട് തെറ്റാണ്. ഹി ഡിക്ലെയർഡ് ദാറ്റ് ഈവിൽ cannot be destroyed by evil means. വൈശാചികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്രൂരതകൾ ക്രൂരമായിട്ടുള്ള മെത്തേഡ്സ് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് യൂസിങ് വയലൻസ് ടു കിൽ നാസിസം വുഡ് ഓൺലി മേക്ക് ദ ബ്രിട്ടീഷ് റിസംബിൾ ദർ എനിമീസ്. വീണ്ടും നാസിസത്തെ തന്നെ വയലൻസ് കൊണ്ട്, ക്രൂരതകൾ കൊണ്ട് കൊല്ലാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നശിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മളും നാസികളും തമ്മിലുള്ള വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മൾ എന്ന് കാണിക്കുന്നതാണ്. ദ ഇൻഡിസ്ക്രിമിനേറ്റ് കില്ലിംഗ് ഓഫ് ഇന്നസെൻസ് കുഡ് നെവർ ബി കോൾഡ് ജസ്റ്റ് ഓർ ഹ്യൂമൻ. പാവപ്പെട്ട ആളുകളെ കൊല്ലുന്നത് ഒരിക്കലും നീതിയാണ് അല്ലെങ്കിൽ മനുഷ്യത്വപരമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഹി അർജ്ഡ് ബ്രൈറ്റൺസ് ടു ചൂസ് എ നോബ്ലർ ആൻഡ് ബ്രേവർ വേ ടു ഫൈറ്റ് നാസിസം വിത്തൗട്ട് ആംസ്. അത് നാസിസത്തെ യുദ്ധ കോപ്പുകൾ അല്ലെങ്കിൽ ആയുധങ്ങളില്ലാതെ ഫൈറ്റ് ചെയ്യാൻ, അത്തരത്തിലുള്ള ഒരു കൂടുതൽ നോബിളായിട്ടുള്ള ധൈര്യപൂർവ്വമായിട്ടുള്ള വഴി അഡോപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഗാന്ധി സജസ്റ്റഡ് ദാറ്റ് ദ ബ്രിട്ടീഷ് ഷുഡ് ലേ ഡൗൺ ദെയർ വെപ്പൺസ് ആൻഡ് ഇൻവൈറ്റ് ഹിറ്റ്ലർ ആൻഡ് മുസോളിനി ടു ടേക്ക് വാട്ട് ദേ വാണ്ട് മെറ്റീരിയലി ബട്ട് ടു റിഫ്യൂസ് സ്പിരിച്വൽ സറണ്ടർ. ഗാന്ധി പറയുന്നത്, ഹിറ്റ്ലർ ആയിക്കോട്ടെ മുസോളിനി ആയിക്കോട്ടെ, അവർ വന്നിട്ട് അവർ ഭൗതികമായിട്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതെടുത്തുകൊള്ളട്ടെ, എന്നാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്താണ്? നമ്മളെ സ്പിരിച്വലായിട്ട് ചെയ്യരുത്, അവർക്ക് മുമ്പിൽ തോറ്റ് കൊടുക്കരുത്. ആത്മീയമായിട്ടുള്ള ഒരു വിജയം നമുക്ക് തന്നെ ആയിരിക്കണം. അവർക്കത് നമ്മൾ ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്, സറണ്ടർ ചെയ്യരുത്. ഈ എൻകറേജ് ദം ടു സാക്രിഫൈസ് പ്രോപ്പർട്ടി ആൻഡ് ലൈഫ് ബട്ട് നെവർ ദെയർ സോൾസ് ഓർ കോൺഷ്യൻസ്. അവരുടെ ആത്മാവും അതുപോലെ തന്നെ അവരുടെ മനസ്സാക്ഷിയും ചെയ്യരുത്, സറണ്ടർ ചെയ്യരുത്. അവർക്ക് ചെയ്യാം, അവരുടെ ഭൗതികമായിട്ടുള്ള പ്രോപ്പർട്ടിയും ജീവിതവും എല്ലാം തന്നെ സറണ്ടർ ചെയ്യാം, സാക്രിഫൈസ് ചെയ്യാം. എന്നാലും ആത്മാവും അതുപോലെ തന്നെ മനസ്സാക്ഷിയും ചെയ്യരുത്, സറണ്ടർ ചെയ്യരുത്. Such non-violent resistance, he believed, would display the courage and moral power far greater than the physical strength. ഭൗതികമായിട്ടുള്ള ശക്തിയേക്കാൾ മോറൽ പവർ, ഇത്തരത്തിലുള്ള ധൈര്യവും ഇത്തരത്തിലുള്ള അഹിംസാപരമായിട്ടുള്ള റെസിസ്റ്റൻസുമാണ് ശക്തി കൂടുതൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധി based his appeal on his own lifelong experience of practicing non-violence successfully in various fields. ഒരുപാട് മേഖലകളിൽ അദ്ദേഹം അഹിംസ പ്രാക്ടീസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. He claimed to be passionate seeker of truth and saw non-violence as his life's mission. ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് non-violence അദ്ദേഹം കണ്ടത്. Although he opposed British imperialism, he expressed his love and friendship for the British people, stating that his non-violence demanded universal love. അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെതിരെ ഇന്ത്യയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ശക്തിയോടെ തന്നെ എതിർത്തിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരോടുള്ള സ്നേഹത്തെ അദ്ദേഹം വീണ്ടും പുതുക്കുകയാണ്. കാരണം അദ്ദേഹം non-violence ആണ്. അദ്ദേഹത്തിന്റെ അഹിംസ എന്നുള്ള തത്വം ജനിക്കുന്നത് തന്നെ യൂണിവേഴ്സൽ സ്നേഹത്തിൽ നിന്നാണ്, ലോകീയമായിട്ടുള്ള അല്ലെങ്കിൽ മൊത്തം ലോകത്തിലുള്ള സ്നേഹത്തിൽ നിന്നാണ്. ഇൻ ക്ലോസിംഗ്, അവസാനം ഗാന്ധി പറയുന്നത്, prayed that British leaders would have the wisdom and courage to respond his call for peace. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷിലുള്ള നേതാക്കൾക്ക് ഗാന്ധിജി വിളിക്കുന്ന സമാധാനപരമായിട്ടുള്ള വിളി കേൾക്കാൻ മനസ്സുണ്ടാവട്ടെ എന്ന് ഗാന്ധി പ്രാർത്ഥിക്കുകയാണ്. His message to Britain was not of defeat or weakness, but of moral
ഷോയിങ് ദാറ്റ് നോൺ വയലൻസ് ഈസ് ഓൺലി ലാസ്റ്റിംഗ് പാത്ത് ഫോർ ഫ്രീഡം ആൻഡ് പീസ്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് പിന്നെ വീക്ക്നെസ്സിൻ്റെയോ അല്ലെങ്കിൽ തോൽവിയുടെയോ ഉള്ള ഒരു ആശയമല്ല ഉയർത്തുന്നത്, പക്ഷേ ധാർമ്മികമായിട്ടുള്ള ശക്തിയുടെയും മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും അതുപോലെ തന്നെ അഹിംസയുടെയുമുള്ള വഴിയാണ് അദ്ദേഹം, അഹിംസയിലൂടെ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും എത്തുവാനുള്ള വഴിയാണ് അദ്ദേഹം കാണിക്കുന്നത്. The philosophy of non-violence influenced many great thinkers in 20th century. Discuss the impact of the adoption of non-violence globally. ലോകോത്തരമായിട്ടുള്ള അഹിംസ എന്ന മെത്തേഡിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന 20th സെഞ്ചുറിയിലുണ്ടായിരുന്ന ആളുകളുടെ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ഫിലോസഫി ഓഫ് അഹിംസ became the most powerful and moral forces of the 20th century. His success in India's freedom movement inspired many global leaders to adopt peaceful resistance as a tool for social and political change. രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അഹിംസാപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള അഹിംസ എന്ന മെത്തേഡ് ഉപയോഗപ്പെടുത്തി സമാധാനപരമായിട്ടുള്ളൊരു എതിർപ്പ് നിലനിർത്താൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൊണ്ടുവരാൻ ഇന്ത്യയിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുള്ള അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് മെത്തേഡ് ജനങ്ങളെ ഒരുപാട് നേതാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഗാന്ധി പ്രൂവ്ഡ് ദാറ്റ് നോൺ വയലൻസ് വാസ് നോട്ട് പാസീവ് വീക്ക്നെസ് ബട്ട് ആക്റ്റീവ് സ്ട്രെങ്ത് റൂട്ടഡ് ഇൻ ട്രൂത്ത് ആൻഡ് മോറൽ കറേജ്. എന്തല്ല, കേവലമായിട്ടുള്ള പാസീവായിട്ടുള്ള വീക്ക്നെസ് അല്ല, പക്ഷേ ആക്റ്റീവായിട്ടുള്ള സ്ട്രെങ്ത് ആണ് എന്ത് നോൺ വയലൻസ് എന്ന് അദ്ദേഹം കാണിച്ചു. US മാർട്ടിൻ ലൂതർ കിങ് ഗാന്ധിജിയുടെ പഠനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അധ്യാപനങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അദ്ദേഹം നോൺ വയലൻസ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ അതുപോലെ തന്നെ ഫൈറ്റിംഗ് റേഷ്യൽ സെഗ്രിഗേഷൻ ഫൈറ്റ് ചെയ്യാനും ഡിസ്ക്രിമിനേഷൻ ഫൈറ്റ് ചെയ്യാനും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയും ഇത്തരത്തിലുള്ള ഗാന്ധിയുടെ സ്ട്രഗിളിൻ്റെ മെത്തേഡ് ഒരുപാട് അപ്പാർത്തിനെതിരായിട്ട് എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ പിന്നെ സഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒപ്രഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബിലീവിങ് ദാറ്റ് ഹാറ്റഡ് കുഡ് ബി ഓവർകം ഓൺലി ത്രൂ ഫോർഗിവ്നെസ് ആൻഡ് ജസ്റ്റിസ്. പിന്നെ എന്താ പറയുക, ഹാട്രഡ് ക്ഷമിക്കുന്നതിലൂടെയും നീതിയിലൂടെയുമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് മാറ്റാൻ പറ്റുക. അതർ വേൾഡ് ഫിഗേഴ്സ് സച്ച് ആസ് സീസർ ഷവേസ് ഇൻ അമേരിക്ക, ഓങ് സാങ് സൂക്കി ഇൻ മ്യാൻമാർ യൂസ് നോൺ വയലൻസ് മെത്തേഡ്സ് ടു അച്ചീവ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോം. സാമൂഹിക ശാസ്ത്രീയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അമേരിക്കയിൽ സീസർ ചാവേസും ഓങ് സാങ് സൂക്കി മ്യാൻമറിലും ഇത്തരം മെത്തേഡ്സ് എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിസ് ഫിലോസഫി ഓൾസോ ഷേപ്ഡ് ദ വർക്ക് ഓഫ് ഗ്ലോബൽ ഓർഗനൈസേഷൻ ലൈക്ക് യുണൈറ്റഡ് നേഷൻസ് വിച്ച് പ്രൊമോട്ട്സ് പീസ് ത്രൂ ഡയലോഗ് ഇൻസ്റ്റെഡ് ഓഫ് വാർ. സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്പര ധാരണയിലെത്തിക്കൊണ്ട് സമാധാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള UN പോലും ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ഫിലോസഫി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദ അഡോപ്ഷൻ ഓഫ് നോൺ വയലൻസ് വേൾഡ് വൈഡ് പ്രൂവ്ഡ് ദാറ്റ് ഇമോറൽ പവർ ക്യാൻ ഓവർകം ഫിസിക്കൽ ഫോഴ്സ്. പിന്നെ ധാർമ്മികമായിട്ടുള്ള ശക്തി എന്താണ്, ഭൗതികമായിട്ടുള്ള ബലത്തെ തന്നെ തോൽപ്പിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഗാന്ധി ഐഡിയാസ് കണ്ടിന്യൂ ടു ഗൈഡ് ഹ്യൂമാനിറ്റി ടുവേർഡ് റിസോൾവിംഗ് കോൺഫ്ലിക്ട്സ് ത്രൂ ട്രൂത്ത്, ലവ് ആൻഡ് കമ്പാഷൻ, മേക്കിംഗ് ഹിസ് മെസ്സേജ് ടൈംലെസ് ആൻഡ് യൂണിവേഴ്സൽ. അദ്ദേഹത്തിൻ്റെ പിന്നെ മെസ്സേജുകൾ സമയാതീതമാണ്, അതുപോലെ തന്നെ യൂണിവേഴ്സലാണെന്ന് കാണിച്ചു തരുന്നതിനായിട്ട് ഹ്യൂമാനിറ്റിയും അതുപോലെ തന്നെ സത്യവും സ്നേഹവും എല്ലാം തന്നെ കമ്പാഷൻ എല്ലാം തന്നെ ഇതിൽ നിന്നാണ് അത് ജനിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ അദ്ദേഹം എന്താണ് സമൂഹത്തെ മനുഷ്യരാശിയെ തന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ഷെയർ to your friends and like. Do subscribe to this channel if you want to get this kind of videos. Thank you guys.